ഈ 80 കിഡ്സിനും 90 കിഡ്സിനൊക്കെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ വരുന്ന ഒരു മാജിക് ബോക്സ് ആണ് ഞാൻ തുറക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളെ വീട്ടിൽ ഇങ്ങനെ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പഴയ തങ്കാരുള്ള ഒരു പെട്ടിയാണ്. ആ പെട്ടി ഇങ്ങനെ കുത്തി തുറന്നപ്പോൾ അതിൽ ഒരുപാട് നൊസ്റ്റാൾജിയ ഇങ്ങനെ വരുന്ന ഒരു സാധനങ്ങൾ കുറച്ച് അതിൽ കിട്ടിയിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് തുറന്നു നോക്കല്ലേ. അതായത് ആദ്യം തന്നെ എനിക്ക് കാണിച്ചു തരാനുള്ള സാധനം ഇതാണ്. നമ്മളെ വാക്ക്മാന്. നമ്മളെ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ ഇവിടെ പാൻറ്റിൽ കൊളത്തിയിട്ട് ഇതുമ്പോൾ ഒരു ഹെഡ്ഫോണൊക്കെ കൊടുത്ത് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ദമ്പിൽ നിൽക്കും. ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവും അല്ലേ. എന്നിട്ട് പാട്ട് തീരുമ്പോൾ ഇത് എടുക്കും. ഇതിൻ്റെ ഉള്ളിലുള്ള കാസറ്റ്. ഇതിലൊക്കെ ഒരുപാട് ഓർമ്മകൾ പലർക്കും വരുന്നുണ്ടാവും, പല പല അനുഭവങ്ങളൊക്കെ. അപ്പോൾ അത് തീരുമ്പോൾ വീണ്ടും മറിച്ചിടും, വീണ്ടും അതിലിടും, തിട്ടും ഇവിടെ വെക്കും, ഹെഡ്ഫോൺ വെച്ചിട്ട് പാട്ട് ഇങ്ങനെ കേട്ടു പോകും. ഞാൻ അടുത്തൊരു സാധനം വേറെ കാണിച്ചു തരാം. ഇന്നത്തെ ഏറ്റവും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എപ്പോഴും ആളുകൾ, ഇപ്പം ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുകയാണ്. ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്തതിൻ്റെ ഇതായിട്ടായിരുന്നു. ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് ഇങ്ങനെയാണ് നോക്കുക, ക്ലീൻ. ഇതിൽ നമുക്ക് ഫ്ലാഷ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നീക്കി കൊടുക്കുക. ഇതിൽ ബാറ്ററി ഇട്ടാൽ ഫ്ലാഷ് അടി, ജസ്റ്റ് ലോഡ് ചെയ്യുക, എന്നിട്ട് ക്ലീൻ. ഇന്നിപ്പോൾ ഒരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഫ്രെയിമിൽ ഒരു 10-20 ഫോട്ടോ എടുത്തിട്ട് അതിൽ ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യലാണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആയാലും ഡിജിറ്റൽ ഫോൺ ആയാലും ഡിജിറ്റൽ ക്യാമറ ആയാലും ഏതായാലും അല്ലേ. പക്ഷെ ഞങ്ങൾക്ക് അന്ന് അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഞങ്ങളിതിൻ്റെ ലോഡ് ചെയ്തിട്ട് വളരെ ശ്രദ്ധിച്ച് ഫ്രെയിമൊക്കെ കറക്റ്റായി ലൈറ്റൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒറ്റ ക്ലിക്ക്, പിന്നെ ആ ഫ്രെയിമിൽ എടുക്കില്ല. കാരണം ഇതിൽ 30 ഫോട്ടോ 60 ഫോട്ടോ അങ്ങനെ എന്തോ ആണ് എടുക്കാൻ പറ്റുള്ളൂ ഒരു റീലിൽ, ഒരു റോളിൽ. അന്ന് ഇതിനു വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ഫിലിമും ഇതിലുണ്ട്. അന്ന് ഞാൻ സ്കൂൾ ടൂർ, ഞാൻ മലബാർ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. മലബാർ സെൻട്രൽ സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോയുടെ ഫിലിം, അതിലൊക്കെ ഇപ്പോഴും രംഗങ്ങളൊക്കെ തെളിഞ്ഞു കാണാം. ഇപ്പോഴും ഈ നെഗറ്റീവ് പക്ക ഓക്കെയാണ്. നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കേടുപാട് വരാതെയാണ് ഈ ഫിലിം ഇതിലുള്ളത്. അന്നത്തെ ടൂറിൻ്റെ കുറേ രംഗങ്ങളാണ്. ഏതോ വാട്ടർ തീം പാർക്കാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വേറൊരു സാധനമാണ്, നമുക്ക് പണ്ടൊക്കെ TV DD1 DD2 മാത്രമുള്ളൂ നമ്മളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കാർ TV എന്നുള്ള പേരിൽ വന്ന ഒരു അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു TV ആണിത്. എൻ്റെ ഓണും ഓഫൊക്കെ എപ്പോഴും ടിക് സൗണ്ടൊക്കെ കേൾക്കാം. കേട്ടോ, ഓൺ ഓഫിൻ്റെ ആ നോബൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. TV വർക്കിംഗ് ഒന്നുമല്ല. ഇങ്ങനെ ഒരു TV ഇത് വെച്ച് കളി കണ്ടതും സിനിമ കണ്ടതും വീഡിയോസ് കണ്ട ആൾക്കാരൊക്കെ ഓർമ്മയിലുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെക്കിട്ടാ. വേറെ സാധനം എന്ന് ഇന്നത്തെ വീഡിയോനെ പറ്റി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ വീഡിയോ ഫോണിൽ എടുക്കുന്നു, മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് കാണുന്നു. പക്ഷെ പണ്ട് വീഡിയോസ് കാണാനിതാ ഈ സാധനമാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ VCR ഉപയോഗിച്ചിട്ട് VCRൽ ഇതിട്ടിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ സിനിമ ആയാലും മറ്റു പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. ഈ സാധനങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുറേ മധുരമായ ഓർമ്മകൾ ഉണ്ടാവും അല്ലേ. അതൊക്കെ ഒന്ന് പങ്കുവെക്കിട്ടാ. ഇന്നത്തെ ജെൻസി കുട്ടികൾക്ക് ഇതൊന്നും അറിയാൻ സാധ്യതയില്ല. നമ്മളൊക്കെ ഒരുപാട് അർമാദിച്ച എന്താ പറയുക നമുക്ക് ഉണ്ടായിരുന്ന ഗാഡ്ജറ്റ്സുകളാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി. ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയ്ക്ക് വന്നു. സ്കൂൾ കാലഘട്ടത്തിൽ നടന്ന തമാശകൾ കാര്യങ്ങളൊക്കെ ഓർമ്മയ്ക്ക് വന്നു. തുടക്കത്തിലേ പറഞ്ഞ പോലെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റിയതുണ്ടെങ്കിൽ ഒന്നാണ് പങ്കുവെക്കിട്ടാ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.